ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നിൻ്റെ ശുശ്രൂഷയിലൂടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പിതാണ്: ലോകം നിങ്ങളെ കീഴടക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണെന്ന തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന് നമ്മെ കീഴടക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിൻ്റെ അഭിഷേക വചനമിതാ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. പഠിക്കാൻ എളുപ്പമുള്ള വചനം 1 യോഹന്നാൻ 4:4. കുഞ്ഞു മക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലോകത്തിൻ്റെ എല്ലാ ശക്തികളേക്കാൾ അതീതമാണ്, വലിയവനാണ്. അതിനാൽ ലോകം നിങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തുകയില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. അത് വലിയൊരു പാഠമാണ്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കുമ്പോൾ തിന്മയ്ക്ക് നമ്മളെ കീഴടക്കാൻ പറ്റുകയില്ല. ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. എന്നിട്ട് വീണ്ടും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, വ്യാജ പ്രവാചകന്മാരെ എല്ലാം നമ്മൾ കീഴടക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണത്തിലൂടെ, കാൽവരിയിൽ ഈശോ ചിന്തിയ തിരുരക്തത്തിലൂടെ പാപബന്ധനങ്ങളിൽ നിന്ന്, ശാപബന്ധനങ്ങളിൽ നിന്നെല്ലാം ഈശോ നമുക്ക് മോചനം നേടിത്തന്നിരിക്കുന്നു. അതിനാൽ ദൈവമക്കളായ നമ്മൾ ഇനി ലോകത്തിൻ്റെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, മറിച്ച് ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവിൽ ജീവിച്ചാൽ ഏറ്റവും അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്, കൂദാശകളിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. അതിനാൽ നമ്മളിലുള്ള ചൈതന്യം അത് വലിയൊരു അഭിഷേകമാണ്. അതിനെ നഷ്ടപ്പെടുത്താതെ ആ കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ, ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള അങ്ങയുടെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ അങ്ങയുടെ പ്രിയ മകനാണ്, പ്രിയ മകളാണെന്ന ബോധ്യത്തിൽ തിന്മയെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഭരണം നടത്തുവാൻ അങ്ങ് അനുവദിക്കുകയില്ല എന്നുള്ള വലിയ തിരിച്ചറിവോടെ പ്രത്യാശയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതയാത്രയിലും തുടർന്നുള്ള ജീവിതത്തിലും ഈ ഒരു അഭിഷേക ചൈതന്യം എന്നും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും